ഹലോ, നമസ്കാരം. അപ്പം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടല്ലേ ഇരിക്കുന്നത്? നമ്മളും അതേട്ടാ, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ പോണു. അപ്പോൾ ദേ 2025 കഴിഞ്ഞു, 2026 നമ്മൾ കടന്നു അല്ലേ. അപ്പോൾ പുതുവർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണ് കറികളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. എന്നാൽ ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പം എല്ലാ വർഷത്തും ന്യൂ ഇയറിൻ്റെ തലേദിവസവും ഞാൻ എല്ലാവരും പറയണ പോലെ തന്നെ ഞാനും തലേ ദിവസം തന്നെ വിചാരിക്കും രാവിലെ നേരത്തെ എഴുന്നേൽക്കണം, നേരെ ഒരു കുറച്ച് സമയമാകുമ്പോഴേക്കും എല്ലാ പണികളും കഴിച്ച് കിച്ചണിൽ നിന്ന് ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കും കേട്ടോ തലേ ദിവസം. പക്ഷേ തലേ ദിവസം എന്നും കുറച്ച് നേരം വൈകിട്ടാവും. അപ്പോൾ എന്തെങ്കിലും ഇവരൊക്കെ ഞാൻ മിക്കതും പോകാറില്ല, ന്യൂ ഇയർ പുറത്ത് പോവുകയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നേരം വൈകും. അപ്പോൾ ലേറ്റായിട്ടാണ് ഉറങ്ങണത്. അപ്പോൾ കുറച്ച് ലേറ്റാവും എഴുന്നേൽക്കാനും കേട്ടോ. അപ്പോൾ ഇന്നലെയും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ എഴുന്നേൽക്കണം, വേഗം പണികളൊക്കെ കഴിക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എഴുന്നേറ്റ് വന്നപ്പോഴേക്കും 6:45 7 മണിയൊക്കെ ആവാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എഴുന്നേൽക്കണ നേരത്ത് വിചാരിക്കും ഇന്നിപ്പോൾ ആർക്കും പൂവൊന്നും വേണ്ടല്ല, അപ്പോൾ ഇച്ചിരി കൂടിയും കെടുക്കാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ. അങ്ങനെ പിന്നെ ഒരു 6:45 കഴിഞ്ഞപ്പോഴാണ് എഴുന്നേറ്റിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നാളായി, ഇപ്പോൾ ക്രിസ്മസിന് മുമ്പായിട്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ സ്റ്റൂവ്. അപ്പോൾ ചിക്കൻ സ്റ്റൂവും ബ്രെഡും ഉണ്ടാക്കിയിട്ട് കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ന്യൂ ഇയർ അല്ലേ, അപ്പോൾ ഇന്നലെ തന്നെ ഞാൻ ചിക്കൻ ഇന്നലെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഞാൻ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഉപ്പും കുരുമുളക് പൊടിയും പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ ദിവസം തന്നെ. രാവിലെ പിന്നെ ചിക്കനൊന്നും കഴുകി അത് ചെയ്യാനൊക്കെ മടിയാവും രാവിലെ ആദ്യം തന്നെ. അപ്പോൾ അതൊക്കെ തലേ ദിവസം വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് രാവിലെ പിന്നെ ഒന്ന് വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതേ നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് ഉരുളൻകിഴങ്ങ്, ക്യാരറ്റ്, സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഏകദേശം ഒരു 1/2 കിലോനോളൊക്കെ ഉണ്ടാവുള്ളൂ. 1/2 കിലോനും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു ചിക്കൻ കേട്ടോ. അപ്പോൾ ചിക്കൻ സ്റ്റൂവിലൊക്കെ ഇച്ചിരി ചാറോട് കൂടി ഉണ്ടാക്കണതല്ലേ, അപ്പോൾ അതിലധികം ചിക്കനൊന്നും വേണ്ട, കഷ്ണങ്ങളും കൂടി ആകുമ്പോൾ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇന്ന് ഞാനിപ്പോൾ ബ്രെഡാണ് ആക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ വെള്ളയപ്പത്തിൻ്റെ മാവ് ഇതുപോലെ ഞാൻ വാങ്ങിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ താഴെയുള്ള ആളാണെങ്കിൽ അങ്ങനെ ചില സമയത്ത് ചിലത് അങ്ങനെ ബ്രെഡ് കൂട്ടിയിട്ട് അങ്ങനെ അവൻ കഴിക്കുക, ചിക്കൻ സ്റ്റൂ ഒക്കെ അപ്പം കൂട്ടിയിട്ടാണ് കഴിക്കാറ്. അപ്പോൾ ഇനി ബ്രെഡ് കൊടുത്താൽ ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഒരു പാക്കറ്റ് മാവ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മാവൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പത്തിൻ്റെ, അപ്പം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവന് വേണമെങ്കിൽ അത് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം സ്പൈസസ് ഒന്ന് മൂപ്പിക്കണം കേട്ടോ. പട്ട, ഗ്രാമ്പൂവ്, ഏലക്കയൊക്കെ ഞാൻ എല്ലാ ദിവസം ചെയ്യാറുണ്ട്, ഇന്നത് മറന്നുപോയി കേട്ടോ. എന്നിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് ഇടുന്നുണ്ട് അതിൽ കേട്ടോ. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നേരെ ഞാൻ സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയിട്ട് നന്നായിട്ട് വഴറ്റി നല്ലോണം വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം തലേ ദിവസം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ടാണ് ചിക്കൻ മസാല പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അത് അതിലേക്ക് ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടി ഇട്ടു. എല്ലാം കൂടി നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ നാളികേരപ്പാൽ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ നാളികേരപ്പാൽ എന്ന് പറഞ്ഞത് അരമുറി നാളികേരത്തിൻ്റെ 1/4 പാൽ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് 2/2 പാൽ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ 2/2 പാലാണ് നമ്മൾ ഒഴിച്ച് കൊടുത്തുള്ളത്. അതിലേക്ക് ഒരു സ്പൂണോളം ഏകദേശം കുരുമുളക് പൊടി ഇട്ടുണ്ട്, ചെറിയ സ്പൂണുണ്ട് കേട്ടോ. 1/2 സ്പൂൺ ഗരം മസാല ഇട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് വീണ്ടും ഒന്നും കൂടിയും മിക്സ് ചെയ്തു കേട്ടോ. അപ്പോൾ അതിൽ നമ്മൾ ചിക്കൻ പുരട്ടി വെക്കുമ്പോൾ തന്നെ ഉപ്പിട്ടുണ്ട്, അത് കാരണം ഞാനിപ്പോൾ ഉപ്പൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. എന്നിട്ട് വേവിക്കാനായിട്ട് വെച്ചു. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് അരച്ചെടുത്തു. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചൊന്ന് അരച്ചെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചു കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചിക്കൻ സ്റ്റൂ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇച്ചിരി ഉപ്പ് നോക്കിയപ്പോൾ ഇച്ചിരി കുറവായിരുന്നു, അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നന്നായി ഒന്ന് വീണ്ടും തിളച്ച് വന്നപ്പോൾ പിന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കണം നല്ലത് കേട്ടോ. അപ്പോൾ ഒന്നാം പാൽ ഒഴിച്ച് കൊടുത്ത വശം തന്നെ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തിളപ്പിക്കണ്ട കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തു. വേറെ ബൗളിലേക്ക് മാറ്റിയിട്ടാണ്. എന്നിട്ട് വേറൊരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 2 പിടി സവാള ഞാനൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു പകുതി സവാളയ്ക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മേലെ ഒന്ന് ഇട്ട് കൊടുക്കാനാണ് കേട്ടോ. അപ്പോൾ സവാള മൂപ്പിച്ചെടുത്തു. 2 പ്രാവശ്യമായിട്ട് കുറച്ച് ഇട്ട് ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഉണ്ടെങ്കിൽ ഇടാം. എൻ്റെ കയ്യിൽ മുന്തിരി ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായിരുന്നുള്ളൂ, അതും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടു, അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ മുന്തിരി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടെ ഉണക്കമുന്തിരി കൂടി ഉണ്ടെങ്കിൽ അതിൽ കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ മൂപ്പിച്ചെടുത്തു. നമ്മൾ നമ്മുടെ സ്റ്റൂ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലേക്കായിട്ട് വറുത്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് കറിവേപ്പിലയും ഉണ്ടായിരുന്നില്ലേ, അപ്പോൾ അതും കൂടിയിട്ട് അതങ്ങോട്ട് മൂടി വെച്ച് മാറ്റി വെച്ചു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ബ്രെഡും ഞാൻ 2 പ്രാവശ്യമായിട്ട് അതൊക്കെ ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡും പിന്നെ നമ്മുടെ ചിക്കൻ സ്റ്റൂവും പിന്നെ കുറച്ച് അപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ കാപ്പിക്ക് ഉണ്ടാക്കി കുടിച്ചു കേട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ന്യൂ ഇയർ ആയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഉച്ചക്കലത്തേക്കായിട്ട് ചേട്ടൻ പുറത്ത് പോയിട്ട് കുറച്ച് ചെമ്മീൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെയുള്ള ആളെങ്കിൽ അങ്ങനെ എല്ലാ മീനൊന്നും കൂട്ടില്ല, ആകെ കൂട്ടണത് 1-2 മീനൊക്കെയാണ്. മീൻ അവന് പൊതുവേ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ നിർബന്ധിക്കുമ്പോൾ ഇച്ചിരി ചെമ്മീൻ കഴിക്കും. അതുപോലെ തന്നെ നെയ്മീനും കഴിക്കും. പിന്നെ വലിയ മാന്തളാണെങ്കിൽ ഒരു കഷ്ണങ്ങാനും ചിലപ്പോൾ കഴിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ചെമ്മീനായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവർക്കും കഴിക്കുന്നത് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് ചെമ്മീൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് ചെമ്മീനെടുത്ത് അതൊന്ന് കറിയും വെക്കണം. കുറച്ച് ചെമ്മീനുണ്ട്, അപ്പോൾ അത് വറക്കും ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിലേക്കുള്ള കറി വയ്ക്കാനായിട്ട് ഒരു 2-3 പിടി നാളികേരത്തിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും 2 ചെറിയ ഉള്ളി ഇട്ട് അത് നന്നായിട്ടൊന്ന് അരച്ച് വെക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും കഴിക്കുന്നതാണെങ്കിൽ അല്ലെങ്കിൽ ഒരാൾക്കൊന്ന് അങ്ങനെയായിട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ താഴെയുള്ള ആളാണ് ഒന്നും അങ്ങനെ കഴിക്കാത്തത് കേട്ടോ. മറ്റുള്ളവരൊക്കെ എല്ലാതും ഒരുവിധമൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ഞാനിനി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇച്ചിരി വലിയ ചെമ്മീനാണ്. അപ്പോൾ എനിക്കങ്ങനെ വലിയ ചെമ്മീൻ ഇവിടെ അങ്ങനെ ചെറിയ ചെമ്മീൻ കിട്ടാറില്ല കേട്ടോ. വലിയ ചെമ്മീനാണ് കിട്ടാറ്. പക്ഷേ നമ്മുടെ നാട്ടിലെ ചെറിയ ചെമ്മീൻ നല്ല മാങ്ങയൊക്കെ ഇട്ട് കറി വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊരു ടേസ്റ്റാണ് കഴിക്കാമല്ലേ. പക്ഷെ ഇത് പോത്തൻ ചെമ്മീനാണ്. എനിക്കത് തീരെ ഒട്ടും ഇഷ്ടമല്ല കേട്ടോ, അങ്ങനത്തെ വലിയ ചെമ്മീൻ. അപ്പോൾ നമ്മൾ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ഞാരില്ലേ അതും കൂടി കളഞ്ഞിട്ട് പിന്നെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇതുവരെയായിട്ട് ഇവിടുന്ന് ചെറിയ ചെമ്മീൻ, നമ്മുടെ നാട്ടിലത്തെ ചെറിയ ചെമ്മീൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. എന്നും കിട്ടുമ്പോഴും വലിയ ചെമ്മീൻ മാത്രം. വലിയ ചെമ്മീൻ തന്നെയാണ് മാർക്കറ്റിൽ പോയാലും
ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ചെറിയ ചെമ്മീൻ ഞാൻ കണ്ടിട്ടേ ഇല്ല. അപ്പോൾ അതേ ചെമ്മീനൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് പിന്നെ ഒരു ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കും കേട്ടോ. അപ്പോൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ്, ഇപ്പോൾ നാളികേരം ഇന്ന് അരച്ചിട്ടാണ് കറി വയ്ക്കണത് കേട്ടോ. അപ്പോൾ ഇന്ന് പാലൊന്നും പിഴിഞ്ഞില്ല, നാളികേരം അരച്ചിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പോൾ അരപ്പ് ഒഴിച്ചു, പിന്നെ മിക്സിയുടെ ജാറിൽ വെള്ളമൊഴിച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ച് അതും കൂടി ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക്, 2-3 ചെറിയ ഉള്ളി, കറിവേപ്പില, ഇത്രയും കൂടി ഒന്ന് ഇഞ്ചിയും പച്ചമുളകും ചെറിയുള്ളിയൊക്കെ ഒന്ന് ചതച്ചിടും കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ടു, പിന്നെ കുടംപുളിയും ഉപ്പും ഇട്ടിട്ട് നമ്മൾ ഫ്ലെയിം ഓണാക്കി അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ ഒരു അടുപ്പത്ത് ചോറ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ആദ്യം കുറച്ച് പരിപ്പ്, ഇന്നിപ്പോൾ പരിപ്പാണ് ഉപ്പേരി കേട്ടോ, പരിപ്പ് ഉലർത്തിയതാണ്. അപ്പോൾ അതിൻ്റെ പരിപ്പ് ഒന്ന് ഇച്ചിരി ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒന്ന് ഒരു 3-5-10 മിനിറ്റ് ഒന്നും വേണ്ട, കുറച്ച് പരിപ്പൊന്ന് നന്നായിട്ട് വെന്ത് കുഴയൊന്നും വേണ്ട കേട്ടോ. ഒറ്റയായി കിടക്കുന്ന രീതിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ പരിപ്പ് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കാച്ചി എടുത്തിട്ടില്ല. അപ്പോൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതേ നമ്മൾ മീൻകറി നന്നായിട്ട് തിളച്ചപ്പോൾ അതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുത്ത് അതൊന്ന് മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു 3-4 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ കിടുന്നതിന് ശേഷം പിന്നെ അത് ലോ ഫ്ലെയിമിലായിട്ട് അങ്ങനെ പറ്റി വരട്ടെ കേട്ടോ. പിന്നെ അതിൽ നിന്ന് ഞാൻ കുറച്ച് ചെമ്മീൻ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ കറി കഴിക്കില്ല മോൻ. അപ്പോൾ അവനല്ല എല്ലാവർക്കും ഒരു 1-2 ചെമ്മീൻ വെച്ചെടുക്കാനുണ്ടാവുള്ളൂ. പിന്നെ വലിയ ചെമ്മീനല്ലേ. അപ്പോൾ അതൊന്ന് മസാല പുരട്ടി വയ്ക്കാമെന്ന് വിചാരിച്ചു. ദേ ഇഞ്ചി, പച്ചമുളക്, ചെറിയുള്ളി, കറിവേപ്പില അതൊന്ന് ചതച്ചെടുത്തു. അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഒട്ടും വെള്ളം ഒഴിക്കാണ്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ നമ്മളതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചെമ്മീൻ ഇട്ടിട്ട് നന്നായി പുരട്ടിയിട്ടൊന്ന് കുറച്ച് നേരം അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഈ കറിയൊക്കെ ഒന്ന് ആയി വരുമ്പോഴേക്കും അതൊന്ന് മസാല പിടിക്കും. അപ്പോൾ നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മുടെ ചെമ്മീൻ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതേ നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂപ്പിച്ച് ഇതേ താളിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കറി റെഡിയായി, ഒഴിച്ച് കറി. ഇനി നമുക്ക് ഇതേ ഉപ്പേരി ഒന്ന് കാച്ചിയെടുക്കണം. പിന്നെ നമ്മുടെ കുറച്ച് ചെമ്മീനില്ലേ അതും കൂടി ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചോറും ഊറ്റിയെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതേ കറിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. ഇതേ ചെമ്മീനൊന്ന് വറക്കാനായിട്ട് നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഒന്ന് നന്നായി ചൂടായി വന്നപ്പോൾ നമ്മുടെ മസാല പുരട്ടി വെച്ചുള്ള ചെമ്മീൻ അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് ഒരു ചെറിയ തീയിലാക്കി അങ്ങോട്ട് വെക്കാം കേട്ടോ. അപ്പോൾ മീനൊക്കെ വറക്കുമ്പോൾ എപ്പോഴും ചെറിയ തീയിലാക്കി വെക്കുകയാണ് നല്ലത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ചൂടാവണ വരെ തീയൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെമ്മീനൊക്കെ ഇട്ട് അപ്പുറത്തെ അടുപ്പത്ത് ചെറിയ തീയിലാക്കി അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഓരോ സൈഡും ചെറിയ തീയിൽ അങ്ങനെ മൊരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് കറി ഉപ്പേരി ഒന്ന് കാച്ചിയെടുക്കാം കേട്ടോ. അപ്പോൾ പരിപ്പാണ് നമ്മുടെ ഉപ്പേരി, പരിപ്പ് ഉലർത്തുന്നതാണ് ഞങ്ങൾ പറയാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് പാൻ വെച്ച് അതിലേക്ക് ചെറിയുള്ളിയും വെളിച്ചെണ്ണ ഒഴിച്ച്, ചെറിയുള്ളി ഇന്നിപ്പോൾ ചതച്ചെടുത്തിട്ടില്ല ഞാൻ, ചെറിയുള്ളി അരിഞ്ഞെടുക്കണം ചെയ്തിട്ടുള്ളത് കേട്ടോ. ചെറിയുള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ഇട്ടു നന്നായി മൂപ്പിച്ചു. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ടു. അതൊന്ന് നല്ലോണം മൂത്ത് വന്നപ്പോൾ ഒരു 2-3 പിടി നാളികേരം വേണം കേട്ടോ. അപ്പോൾ നാളികേരം ഇട്ടിട്ട് ഇനി ചെറിയ തീയിലാക്കിയിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ നാളികേരമൊക്കെ ഇട്ട് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കുറച്ച് നേരം വറുത്തെടുക്കുമ്പോഴാണ് നല്ലൊരു മണമൊക്കെ വരും. അപ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ പരിപ്പ് വേവിച്ച് വെച്ചുള്ള പരിപ്പ് ഉപ്പിട്ട് വേവിച്ചെടുത്തുള്ള പരിപ്പാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്കിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും റെഡിയായി.
അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ചൂടുള്ള ചോറിലേക്ക് ഈ ഒരു പരിപ്പ് ഉപ്പേരി കൂട്ടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും റെഡിയാക്കിയാണ് മാറ്റി വെച്ചു. പിന്നെ അതേ നമ്മൾ ചെമ്മീനും അപ്പോഴേക്കും റെഡിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും എടുത്തു വെച്ചു. പിന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ പിന്നെ ഒന്ന് ഫ്രഷായിട്ട് ഭക്ഷണം കഴിക്കണത് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ട്രിപ്പ് പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ അടുത്തത് ചോറും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പിന്നെ അടുത്ത ട്രിപ്പ് വീണ്ടും അതിൻ്റെ കേട്ടോ അത്യാവശ്യം പാത്രങ്ങൾ. അപ്പോൾ പാത്രങ്ങളൊക്കെ നമ്മൾ സിങ്കിലേക്ക് കഴുകാനുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് പിന്നെ ആദ്യം ഞാൻ സ്റ്റൗ ഒന്ന് തുടച്ചെടുക്കും കേട്ടോ. നമ്മൾ ചോറ് വയ്ക്കുമ്പോഴേ എങ്ങനെയായാലും ഇച്ചിരിയെങ്കിലും ഒന്ന് തിളച്ച് തൂവി പോകും കേട്ടോ അത്. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ അത് ഒട്ടിപ്പിടിച്ച് പിന്നെ അതൊരു കളറ് പോവാതെയാവും കേട്ടോ. അപ്പോൾ സ്റ്റൗവൊക്കെ എപ്പോഴും നമ്മൾ ക്ലീൻ ചെയ്തിടണം. അപ്പോൾ തന്നെ അത് ഒരു കുറച്ച് കാലങ്ങൾ അല്ല നമ്മൾ എത്ര നമ്മൾ സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പറ്റുമോ അതിന് നമുക്ക് നമ്മുടെ എന്ത് സാധനമായാലും അങ്ങനെ തന്നെയല്ലേ കുറച്ച് കാലം കൂടുതൽ നിൽക്കുക. അപ്പോൾ എനിക്ക് പാത്രങ്ങളായാലും അതുപോലെ സ്റ്റൗവൊക്കെ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത് കാണുന്നതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്തു. പിന്നെ നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഒരു സ്പൂൺ പോലും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒക്കെ ഞാൻ കഴുകിയിട്ട് ബാക്കിയുള്ള ക്ലീൻ ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷ് ആവുക കേട്ടോ. അപ്പോൾ ഫ്രഷായി കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ പണികളൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ഇത് എന്താ പറയുക കാസ്റ്റ് ചെയ്യേണ്ട ഒരു പാനില്ലേ, അപ്പോൾ അത് ഞാൻ കഴുകി കഴിഞ്ഞാൽ ആദ്യം നമ്മളത് നന്നായി തുടച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്നും കൂടി എല്ലാ വെള്ളത്തേക്കും ഒന്ന് ആക്കിയിട്ട് അങ്ങോട്ട് മൂടി വയ്ക്കും കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ അത് ഒന്ന് കുത്തു വീഴും. കുറച്ച് നേരം നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ ഒന്ന് കുത്തു വീഴും കേട്ടോ. അപ്പോൾ അതിനൊരു വേറൊരു വേറൊരു കളറാവും. അപ്പോൾ അത് ആദ്യം ചെയ്ത് വെക്കും. ആദ്യം കഴുകി കഴിഞ്ഞാൽ അത് ആദ്യം ചെയ്ത് വെച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകാം കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ കുളിച്ച് ഫ്രഷായിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.